ഹാരി, ബിജു പി എൻ, ഉണ്ണി, പിന്നെ ജയൻ, അഡ്വക്കേറ്റ് സുനിൽ, മനോജ് കരീം, മനോജ് കരീം, വിനോദ് കരീം, സിജു കരീം, ഗിരി. നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് ഗിരി. ഫുൾ നെയിം ഗിരി ചെലപ്പൻ, എല്ലാവർക്കും അറിയാം. അതുപോലെ ഒക്കെ ആണെങ്കിൽ പറഞ്ഞാൽ തീരില്ല. എനിക്ക് ഇപ്പോൾ ആരുടെ പേര് ആദ്യം പറയണമെന്ന് പറഞ്ഞ ടെൻഷൻ കൊണ്ടാണ് ഇത് ബ്രേക്കായി പോണത്. അന്ന് നമുക്ക് മാത്രമേ വേസ്റ്റ് ബിന്നുള്ളൂ. ഇന്നും ഈ ടെക്നോളജി എല്ലാം വന്നിട്ട് ഒരു നല്ല ടൗണിൽ ഒരു വേസ്റ്റ് ബിൻ പോലും നേരെയില്ല. അത് രാത്രി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടാവും, ഓണാവും, ലൈറ്റെല്ലാം ഓണാവും. രാവിലെ ഒരു വെട്ടം വീഴുമ്പം കട്ടാവും. ആ സിസ്റ്റം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മളവിടെ ജീവിച്ചപ്പോൾ വല്ല കറണ്ടും പോയിട്ടുണ്ടോ? ഫൈബറിൻ്റെ ബാസ്ക്കറ്റ് ബോൾ കേരളത്തിൽ ആദ്യം പറഞ്ഞ എവിടെയാണെന്നറിയോ? FAC ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നത് എവിടെയാണ്? നമ്മുടെ ഗ്രൗണ്ടിൽ. എവിടെ? FSI അവിടെ. ഈ ചേട്ടന്മാരെ ശല്യം കാരണം എന്താ ചെയ്യണമെന്നറിയില്ല. ലാസ്റ്റ് പറയാൻ പാടില്ല. ബുള്ളെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാരം ബോർഡാണ്, ഭയങ്കര വിലയുള്ള ബോർഡാണ് അന്നത്തെ കാലത്ത് ബുള്ള്. ആ ബുള്ളിൽ നല്ല തരിമണൽ കൊണ്ടുവന്ന് അങ്ങ് ഇട്ടിട്ട് അറ്റ വലിയ സ്ട്രൈക്കർ വെച്ച് നമുക്ക് ആവശ്യം അച്ഛനും അമ്മയും ഒഴിച്ച് എല്ലാ സാധനവും അവിടെ കിട്ടുമായിരുന്നു. ഇപ്പോഴല്ലേ ഈ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും പറഞ്ഞത്. അച്ഛനമ്മയും പറയണല്ല കേൾക്കണേ. ഹോട്ടലിനെ അവർ കുത്തും. അവൻ്റെ ഞാൻ പറയണില്ല കേട്ടോ, സോറി. അവരച്ഛൻ ഗൂഗിൾ അച്ഛനെ വിളിക്കും. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതെന്താ? പിന്നെ അത് പറയണതാണ് ഇവിടെ കേൾക്കണേ. ഇത് ഞാൻ പറഞ്ഞല്ല, ഓരോ വിധം പാരൻസ് പറഞ്ഞ് കേട്ടും അടുത്ത കാര്യം പറഞ്ഞെന്നുള്ളൂ. തൃപ്പൂണിത്തുറയിൽ ഓണ അത്തച്ചമയത്തിൽ നമ്മളെ ടാബിൾ ഉറങ്ങും ഫാക്റ്റിൻ്റെ. എപ്പോഴും അവരായിരുന്നു വിൻ ചെയ്തുകൊണ്ടിരുന്നത്. സിനിമ ഇന്നതാണെന്ന് ഒരാഴ്ചക്ക് മുമ്പ് ഒരു 4 ദിവസം മുമ്പേ പോസ്റ്റർ ഒട്ടിക്കും. നമുക്ക് അവിടെ പോസ്റ്ററിൻ്റെ ബോർഡ് വരെ ഉണ്ട്. ഇവിടെ ലോക്കൽ വല്ലവൻ്റെ മതിലാണ് ചെയ്യണത്. നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാനുള്ള ബോർഡ് വരെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ട സിനിമയുടെ അന്നത്തെ ചെറിയ പ്രായമോ ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോറി പോയി ഒരു കാർഡ്ബോർഡ്, നമ്മൾ സ്റ്റോറി പോയി ഒരു കാർഡ്ബോർഡ് എടുക്കും, ഒരു ബൾബ് ഹോൾഡറിലൊക്കെ വെച്ച് പിടിപ്പിക്കും. അന്ന് ഈ ലെൻസ് കിട്ടും. ഈ ലെൻസിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ച് തിരിച്ചും മറിച്ചൊക്കെ വലിയ സംഭവമായിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്തറിയോ, ആ ചെറിയ ഫിലിം വലുതായി കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് സ്പേസിൽ റോക്കറ്റ് വിട്ട ആനന്ദമായിരുന്നു അന്ന്. ആരൊക്കെ ചാടി ഈ വല പോയി പിടിച്ചുകൊണ്ട് വന്നു. വല പിടിച്ചപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരൻ പറഞ്ഞാൽ തീരില്ല. നിങ്ങൾ പറയുമ്പോൾ ഞാൻ നുണ പറയണേ. ഗോൾഡ് ഫിഷ്, വലിയൊരു ഗോൾഡ് ഫിഷ്. അത് വല ഇട്ടത് വട്ടം ഇട്ടില്ല. അവിടെ ഏതാണ്ട് ഒരു ചെളി പിടിച്ച ഒരു ഏരിയയിൽ വെറുതെ കൊണ്ട് ഇട്ടിട്ട് പോയാൽ. അപ്പോൾ എനിക്കൊന്ന് അത് മുട്ടയിടാനോ എന്തായാലും വന്നാൽ അത് അതിൻ്റെ അകത്ത് അങ്ങ് കുടുങ്ങി. അതിൻ്റെ ചെതുമ്പൽ ഞാൻ ഇപ്പോൾ പറയാം, വെറുതെ നുണ പറയണത്. ഇത്രയുണ്ട് ഒരു ചെതുമ്പൽ. ഞാൻ കൂടുതലൊന്നും പറയില്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോഴേ എനിക്ക് ഇതൊന്നും ഒരു സങ്കടമില്ല. പക്ഷെ ഞാൻ പോവും. എങ്ങോട്ടാണെന്നറിയോ? ആ പഴയ കാലത്തേക്ക് ഒന്ന് പോകും. ആയിക്കട്ടെ, എൻ്റെ പേര് സുനിൽ. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്തോട്ട് ഞാൻ ഫാക്ടറി 517 7, 8 അങ്ങനെ ക്വാർട്ടേഴ്സിലൊക്കെ മാറിയിട്ടുണ്ട്. സ്കൂൾ ജീവിതം അത് തുടങ്ങാം നമുക്ക് കുറച്ച്. എന്നെ ചാക്കോ സാറ്, വിക്ടോറി ടീച്ചർ, അങ്ങനെ കുറേ ടീച്ചേഴ്സൊക്കെ എന്നെ പഠിപ്പിച്ചു. പക്ഷേ എനിക്ക് ആ സ്കൂളിൽ എനിക്ക് ചാക്കോ സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, വിക്ടോറി ടീച്ചറിനെ മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാളെയും ഒരു സാർമാരെയും മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരായാലും എൻ്റെ കൂട്ടുകാരായാലും ആരെയും മറക്കാൻ പറ്റില്ല. പക്ഷേ ഞാനിത് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചാക്കോ സാറ് നന്നായിട്ട് പഠിപ്പിക്കും. ഈ ചാക്കോ സാർ വന്നു പോണത് ആർക്കും അറിയില്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു. എന്തായിരുന്നെന്നറിയോ? നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാനുള്ള പറയും. അത് അദ്ദേഹം വന്നിട്ടുണ്ടെയോ ചന്ദനത്തിൻ്റെ മണം ഉണ്ടാവും. അദ്ദേഹം സാൻഡിലാണ് പുള്ളി, എന്താ റോളറോ സ്പ്രേ അതെന്തോ ഉപയോഗിക്കുന്നുണ്ട്. ആ മണം കേട്ടാൽ ചാക്കോ സാറ് സ്റ്റാഫ് റൂമുണ്ട്, ആ ഭാഗത്തേക്ക് പോകേണ്ട അടി കിട്ടും. ഇതൊക്കെയാണ്. അതുമല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ കൂട്ടുകാരിൽ കുറേ പേർക്ക് അറിയാം. ഭയങ്കര ചന്ദനത്തിൻ്റെ മണം. അതുപോലെ വിക്ടോറി ടീച്ചർ സ്നേഹം മാത്രം തരുള്ളൂ. പഠിച്ചില്ലെങ്കിലും മോനെ പഠിക്കട്ടെ. എവിടെ പഠിച്ച് 2ാം ക്ലാസ്സിലിരുന്നപ്പം എന്നെ ഹയർ സ്റ്റഡീസിന് വിട്ടു. അപ്പോൾ ഈ 2ാം ക്ലാസ്സിൽ 2 കൊല്ലം അടുപ്പിച്ചങ്ങ് ഇംഗ്ലീഷ് മീഡിയത്തിൽ തോറ്റേ. അപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേര് സുനിൽ എന്നാണ്, നിങ്ങളുടെ ഇടയിലൊക്കെ അണ്ണൻ എന്നുള്ള പേരുണ്ട്. അതുപോലെ അച്ഛൻ ബാലകൃഷ്ണനുള്ള അദ്ദേഹം, അച്ഛൻ്റെ പേരും നിങ്ങൾ അറിയുന്നതാണ്, വിപ്ലവം ബാലകൃഷ്ണൻ എന്ന് പറയും. അപ്പോൾ ഏകദേശം ഞാൻ പറയാൻ ഒരു കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും അപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ചാക്കോ സാർ പറഞ്ഞു, അതേ ബാലകൃഷ്ണൻ മോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനെ ഹയർ സ്റ്റഡീസിന് വിടണം. അപ്പം അച്ഛൻ വിചാരിച്ചത് യൂറോപ്പിൽ വിട്ടുന്നത്. എവിടെ? മലയാളം മീഡിയം സ്കൂളിൽ, കുഴിക്കാട് സ്കൂളിൽ കൊണ്ടുവന്നാക്കി എന്നെ. കാരണം വേറെ നിവൃത്തിയില്ല. അങ്ങനെ അവിടെ പോയി പെട്ട് അവിടെ നിന്നുള്ള ഇതുണ്ട്. ഇപ്പം സാറുമാർ, നമ്മുടെ ഫാക്കൽറ്റി സാറുമാരായിട്ട് ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു. അതിലെനിക്ക് എടുത്തു പറയാൻ ഒരു സാറുണ്ട്, മത്തായി സാർ. ഈ മത്തായി സാറ് ഭയങ്കരമായിട്ട് നുള്ളും. അപ്പോൾ ഈ ഉള്ള കുരുത്തങ്കട്ടവരെ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളെപ്പോലെ തന്നെ കൂട്ടുകാരോ അവരെന്താ പറയുന്നറിയോ? ഒരു സാറിന് ഒരു മത്തങ്ങ, ബജാജിൻ്റെ ഒരു മത്തങ്ങ പോലത്തെ സ്കൂട്ടറുണ്ട്, ഇതേ വരണ മത്ത, അങ്ങനെയാണ് സാറിന് എനിക്കൊന്ന് മത്തങ്ങ ഒക്കെ വിളിക്കുവരുത്. അത് ഞാൻ പറയാൻ പാടില്ല, എന്നാലും പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ആ കാലം കഴിഞ്ഞാൽ സാറിൻ്റെ ആയിട്ടുള്ള ബന്ധം കിട്ട് പോയിട്ട് പിന്നെ കൊടുക്കാട് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് ബാല്യം എന്ന് പറഞ്ഞാൽ
ഗ്രൗണ്ടിൽ കൂട്ടുകാരായിട്ട് നടക്കുക. എത്ര കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക് എണ്ണി പറയാൻ പറ്റില്ല. അതുപോലത്തെ കൂട്ടുകാർ, അതുപോലെ നമ്മളെ അങ്കിൾമാർ, ആൻറ്റിമാർ, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എപ്പോഴും തിരിച്ചറിയാം. കണ്ടു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും ഇപ്പോൾ തൃപ്പൂണിത്തുറയോ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഓടിച്ചെല്ലും. ഇന്നല്ലേ എന്ന് പറയുമ്പോൾ എന്നോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എന്തായാലും ആ കാലം പോയതിൻ്റെ ഒരു സന്തോഷം അവിടെ ഫീൽ ചെയ്യണ. അതുപോലെ എനിക്ക് ജീവിതത്തിലും ഫീൽ ചെയ്താൽ ഞാനെന്നല്ല, എന്നെപ്പോലെ മറ്റുള്ളവർക്കും ഇത് അനുഭവമുണ്ട്. അപ്പം ഞാനിത് പറയാൻ കാരണം എൻ്റെ കൂട്ടുകാർ. ഇപ്പം ഞാൻ അതിനു മുമ്പേ എനിക്കൊരു സങ്കടമായ ഒരു കാര്യം പറയാനുണ്ട്. അന്ന് എൻ്റെ ഒരു ബാല്യത്തിലുണ്ടായിരുന്ന 3-4 കൂട്ടുകാർ, 3-5 5-6 കൂട്ടുകാർ നമ്മളിന്ന് വേറെ പിരിഞ്ഞിട്ട് വർഷങ്ങളുമായിട്ടുണ്ട്. അടുത്തും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ എല്ലാ കൂട്ടുകാരോടും എനിക്കത് മാത്രമേ ഇപ്പോൾ സങ്കടമായിട്ട് പറയാനുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ. അവരൊക്കെ എൻ്റെ എന്താ പറയുക, എന്നെപ്പോലെ ഞാൻ സ്നേഹിച്ചതും അവരെന്നെ അതുപോലെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേറെ പിരിവ് ഒന്ന് നിർത്താൻ പറ്റുന്നതിന് അപ്പുറമാണ്. അത് ആ സങ്കടം പറയുക. ഇനി ഒരു സന്തോഷങ്ങളൊക്കെ ഉള്ളത് ചെറിയ സന്തോഷങ്ങളുള്ളൂ. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് നന്നായിട്ട് എനിക്ക് സന്തോഷം കിട്ടാനുള്ളത് വെച്ചാൽ അവിടുത്തെ ലൈഫ് അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നമ്മളൊക്കെ റോയൽ ലൈഫിലായിരുന്നു ജീവിച്ചത്. ഏറ്റവും വലിയ സ്കൂള് അത് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ആയിരുന്നു. അതുപോലെ ബാൻഡ്, സ്പോർട്സ്, ഗെയിംസ്, ആർട്സ്, ഇതൊക്കെ ഉള്ളൊരു സ്കൂളിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലങ്ങളിൽ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ എൻജോയ് ചെയ്ത് കളിച്ച് ലൈഫുള്ളവരുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു ലൈഫ് വേറെ കിട്ടില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇപ്പം നമ്മളെക്കാളും അന്ന് നമ്മുടെ അച്ഛനമ്മമാർക്ക് കിട്ടുന്ന തൊഴിൽ, ആ ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടായിരിക്കും നമ്മളെയൊക്കെ വളർത്തിയെങ്കിലും ഇന്ന് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് പഠിച്ചവരെല്ലാം നല്ല പൊസിഷനിൽ ഓരോ നല്ല നല്ല സ്ഥാപനങ്ങളിലും CEO അതും ഇതും ഒക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ജോബുണ്ട്, എല്ലാവരും നല്ല പൊസിഷനിലാണ്. പക്ഷേ എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമില്ല. നമ്മൾ ആ ഒരു നിമിഷം ജീവിച്ച ജീവിതം ഈ കോടിയിലും അസ്ഥികളൊക്കെ ഉള്ളവർക്ക് ഒരു നേരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത്രയും ഭാഗ്യവന്മാരായിരുന്നു പറഞ്ഞാൽ ഇന്നിപ്പോൾ ടെക്നോളജിയായി, എല്ലാ സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാവരും നല്ലത്. എന്നാലും നമ്മുടെ പഴയ കാലം അത് ഇനി ഞാൻ മനസ്സിൽ കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മളാ ജീവിച്ചപ്പോൾ കൾച്ചറിലാണ് ജീവിച്ചത്. അതിന് രണ്ടല്ല ഇഷ്ടംമാതിരി ഉദാഹരണമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പോർട്സ്, ആർട്സ് ഇതെല്ലാം നന്നായിട്ട് ഗെയിം ചെയ്തുകൊണ്ട് അതിന് ചെയ്യാനും ഉത്തരവാദിത്തപ്പെട്ടവരും കഴിവുള്ളവരും ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അവരുടെ പിറകെയാണ് നടന്നുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മുടെ കൾച്ചർ വേറെ ആയിരുന്നു. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, എന്നാലും പറയണം. ഒറ്റ കാര്യം, അന്ന് നമുക്ക് മാത്രമേ വേസ്റ്റ് ബിന്നുള്ളൂ. ഇന്നും ഈ ടെക്നോളജി എല്ലാം വന്നിട്ട് ഒരു നല്ല ടൗണിൽ ഒരു വേസ്റ്റ് ബിൻ പോലും നേരെയില്ല. അന്ന് നമുക്കങ്ങനെ രാവിലെ 10 മണിയാകുമ്പോൾ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ വണ്ടി വരും. ആ റിങ്ങിൽ നിന്ന് ആ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകും. പിറ്റേ നമ്മൾ അത് കഴിഞ്ഞ് വൃത്തിയാക്കിയിടും. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ബിൻ കൊണ്ടുവച്ചിട്ട് ഇതുപോലെ സർവീസ് നടത്തണമെന്ന് പറയാമോ? ഇല്ല. നമ്മളൊക്കെ ഇന്നും വൈദ്യുതി, സ്ട്രീറ്റ് ലൈറ്റ്, വെളിയിലുള്ള വൈദ്യുതിയൊക്കെ തന്നെ ഇപ്പോഴും ഫ്യൂസ് ക്യാരിയറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കതല്ലെന്ന്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഫോട്ടോ ബ്രൗൺ എക്സ്ട്രാ പോലത്തെ എന്തൊരു സാധനം. അത് രാത്രി എങ്ങനെ ഓട്ടോമാറ്റിക് കട്ടാവും, ഓണാവും, ലൈറ്റെല്ലാം ഓണാവും. രാവിലെ ഒരു വെട്ടം വീഴുമ്പോൾ കട്ടാവും. ആ സിസ്റ്റം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടെന്ന് പറയണമെങ്കിൽ എത്ര ഫാസ്റ്റ് ലൈഫിലായിരുന്നു നമ്മൾ ജീവിച്ചത് നിങ്ങൾക്ക് ഒന്ന് ചിന്തി. അവിടെ തന്നെ ചിന്തിച്ചായി. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് അൽമാർ ഇതിൽ പറയുമ്പോൾ ഇപ്പം അത് എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഞങ്ങളവിടെ ഒരു പണി ഒപ്പിക്കും. രാത്രിയാകുമ്പോൾ ഈ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റിലെല്ലാം ഓണാവും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, മെഴുകരിയോ തീപ്പെട്ടിയോ കൊണ്ടുവന്ന് കത്തിക്കും. അവിടെ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്, അത് കത്തിക്കുമ്പോൾ അവിടെ വെട്ടം വന്ന് ഉള്ള സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ ഓഫാവും. അത് കഴിഞ്ഞിട്ട് പകൽ കത്തിക്കണമെന്ന് പറയുമോ, പേപ്പർ കൊണ്ട് ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ ലൈറ്റ് കത്തിക്കിടക്കും. ഇത് ഇങ്ങനെ കുറേ കുരുത്തക്കിടക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് പിന്നെ നമുക്കറിയില്ല. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് മാത്രം ഉണ്ടായ അനുഭവമാണോ, 2 പേരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നമുക്കവിടെ ജാതി ഇല്ലായിരുന്നു, മതവും ഇല്ല, വേർതിരിവില്ല, ഒന്നുമില്ലാത്തൊരു കൾച്ചറിൽ വിളിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മഹാഭാഗ്യം ലൈഫായിരുന്നു എന്ന് പറയാം. ഭാഗ്യമുള്ളവർ അങ്ങനെ ഒരു കൾച്ചറിൽ നമ്മൾ വളർന്നു. 2, ഈ കൾച്ചറിൽ വളർന്നപ്പോൾ എന്താ, വേർതിരിവില്ല. ആരെയും നമ്മളെപ്പോലെ മറ്റുള്ളവർ സ്നേഹിക്കുക എന്നുള്ളൊരു മനസ്സേ നമുക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ടെന്ന് വെച്ചാൽ വെളിയിലിറങ്ങിയപ്പോൾ ജാതിയും മതമൊക്കെ അറിയുന്നുണ്ട്. അത് പോട്ടെ, അത് നമുക്ക് പിടിക്കാൻ പറ്റില്ല, നമുക്ക് വേണ്ടതാണ്. ഞാൻ ഇല്ലട്ടോ, എനിക്കതിന് താല്പര്യമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കും. അവരെന്നെ നമ്മളെ പറ്റിക്കും ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. അപ്പോഴും പറയും, സങ്കടം വന്നപ്പോൾ നമുക്ക് വേറൊരു ഗുണമുണ്ടായിരുന്നു. ഇതെല്ലാം മറക്കാനുള്ള ഒരു കാലവും നമുക്ക് അവിടെ കിട്ടി. അതുകൊണ്ട് നമ്മളിതെല്ലാം ഫേസ് ചെയ്ത് പോയി. ഓരോരുത്തർ നമ്മളെ പറ്റിക്കുമ്പോൾ നമ്മൾ മണ്ടന്മാരായിട്ട് മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് പറഞ്ഞ് ഞാനങ്ങോട്ട് സമാധാനിക്കും. അങ്ങനെയൊക്കെയാണ് ലൈഫ്. ഞാൻ ഇന്ന് ഒറ്റപ്പെട്ട് തിരുവല്ല ഒരു ഹോസ്റ്റലിൽ വന്ന് കിടക്കുമ്പോഴും എന്നെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും ഫ്രണ്ട്സ് ഉണ്ട്. അതുണ്ടെങ്കിൽ അത് ഫാക്ടറിയിലെ ഫ്രണ്ട്സ് തന്നെയാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ പിറകിൽ അവർ അന്വേഷണമുണ്ട്. അത് കിട്ടണമെങ്കിൽ മഹാഭാഗ്യമാണെന്ന് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ ഓരോരുത്തർക്കുണ്ട്. നിങ്ങൾ എവിടെ പെട്ടാലും നിങ്ങൾക്കൊരു ആര്യം വന്നാൽ ഓടി വരാൻ നമ്മുടെ അത്രയും, അതാ പറഞ്ഞാൽ ഞാൻ കുറച്ചും പറയാം, അവിടെ ജാതിയില്ല, മതവുമില്ല, വേർതിരിവില്ല. ആ ഒരു കാലത്ത് ജീവിക്കാമെന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം.
അതാരാ പറഞ്ഞത്? ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ആ അദ്ദേഹത്തിൻ്റെ വചനം ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. എനിക്കൊന്ന് ഫാക്ട് ടൗൺഷിപ്പ് തന്നെ ആയിരിക്കും. കഴിഞ്ഞ വീഡിയോ തന്നെ മനു എന്നെ കുറിച്ച് പറഞ്ഞു. മനു ഔട്ട്സൈഡർ ആണെങ്കിലും നമ്മൾ ഇൻസൈഡിൽ നമ്മുടെ ബ്രദറായിട്ട് തന്നെയായിരുന്നു. 2 നമ്മുടെ അഡ്വക്കേറ്റ് സുനിൽ, അഡ്വക്കേറ്റ് ശരത് ചന്ദ്രൻ, രവിചന്ദ്രൻ, അവരൊക്കെ നമ്മൾ ചേട്ടന്മാരാണ്. അവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഇല്ല. അതും ഒത്തിരി വിഷമത്തോടെ പറയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര പേര്, ഹാരി, ബിജു പി എൻ, ഉണ്ണി, പിന്നെ ജയൻ, അഡ്വക്കേറ്റ് സുനിൽ, മനോജ് കരീം, മനോജ് കരീം, വിനോദ് കരീം, സിജു കരീം, ഗിരി. നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് ഗിരി. ഫുൾ നെയിം ഗിരി ചെലപ്പൻ, എല്ലാവർക്കും അറിയാം. അതുപോലെ ഒക്കെ ആണെങ്കിൽ പറഞ്ഞാൽ തീരില്ല. എനിക്ക് ഇപ്പോൾ ആരുടെ പേര് ആദ്യം പറയണമെന്ന് പറഞ്ഞാൽ ടെൻഷൻ കൊണ്ടാണ് ഇത് ബ്രേക്കായി പോണത്. പിന്നെ എന്ന് പറഞ്ഞാൽ ടൈഫോറിൽ പുന്നൂസ്, ദീപക്, അതുപോലെ സുനിൽ, സോണി, അതുപോലെ തന്നെ നമ്മുടെ സത്യം പറയാം എല്ലാവരും പേരുണ്ട്. എനിക്ക് തേട്ടിയിട്ട് പേര് പറയാൻ പറ്റുന്നില്ല അവസ്ഥയില്ല. റിഫൈനറിക്ക് പോലും അത്ര സൗകര്യമില്ലാത്ത കാലത്ത് നമ്മുടെ സ്പോർട്സ്, ആർട്സ്, സ്കൂള് കാര്യങ്ങളെല്ലാം ടോപ്പ് മോസ്റ്റ് ആയിരുന്നു. അതിപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അത് അച്ഛൻ വെറുതെ പറയണ. പക്ഷെ ആ കുട്ടികളെ, ഈ പറഞ്ഞ അച്ഛന്മാർ ആ കുട്ടികളെ കൊണ്ടത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം രൂപ അവിടുത്തെ ടൗൺഷിപ്പ് പറയാം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഇത്രയും ടെക്നോളജി ഉണ്ട്, നമ്മൾ ഔട്ട്സൈഡിൽ ജീവിക്കുമ്പോൾ എന്താ, ഒരു കറണ്ട് പോയാൽ എത്ര ദിവസം കഴിയണം? നമ്മളവിടെ ജീവിച്ചപ്പോൾ വല്ല കറണ്ടും പോയിട്ടുണ്ടോ? എന്താ, നമുക്ക് തെർമൽ പ്ലാന്റ് ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. അതിനെല്ലാം ദീർഘവീക്ഷണമുള്ള ആൾക്കാരായിരുന്നു മാനേജ്മെൻറ്റ്. അതുകൊണ്ട് ഇതെല്ലാം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കറണ്ട് പോകണമെന്നില്ല, വെള്ളം പോകണില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്പോർട്സ്, അന്ന് ഞാൻ ചോദിക്കണം ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ അവിടെ നിന്ന് ഐസക്കേട്ടൻ ബാസ്ക്കറ്റ് ബോൾ കളിച്ച് ഐസക്കേട്ടൻ മാത്രമേ ഉള്ളൂ നാഷണൽ ലെവലിൽ പോയത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരാമെങ്കിൽ എല്ലാവർക്കും എല്ലാ ഗെയിമും അറിയാം. നന്നായിട്ട് ഗെയിം കളിച്ചിട്ട് പോലും സെലക്ഷൻ പോകാതെ എത്ര പേര് നല്ല ഗെയിം നല്ല പ്ലേയേഴ്സ് ഈ പറഞ്ഞ വലിയ സെലക്ഷൻ പോകാതിരുന്ന് കളിക്കും നന്നായിട്ട്. ആരും ഇട്ട് പോകില്ല. പേരെടുത്ത് പറഞ്ഞാൽ ശ്രീചേട്ടനൊക്കെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏത് ഗെയിമിലും നമ്പർ 1, ഏത് ഗെയിം കയറി പിടിക്കും. അതുപോലെ രാജേഷ് കമാൻ എല്ലാ ഗെയിം പിടിക്കും. അതുപോലെ നമ്മുടെ നമ്മുടെ ഇന്ന് വേർവിട്ട വിജയൻ നമ്മുടെ ഇന്ന് വേർവിട്ടിട്ട് കുറച്ചാളായി. അദ്ദേഹം അവൻ എല്ലാ ഗെയിം കയറി പിടിക്കും. അപ്പം ഞാൻ സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പോലെ കളിക്കാനും അല്ലെങ്കിൽ ചെയ്യാനും കഴിവുള്ള ഒരാളും ഞാൻ ഇത്രയും നാൾ ചോദിച്ചു. ഞാൻ ഔട്ട്സൈഡിലൊക്കെ ഇഷ്ടംമാതിരി ഞാൻ വെളിയിലിറങ്ങി ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം അതിനുള്ള കഴിവുള്ള കൂട്ടുകാരും ഉണ്ടായിരുന്നു, കഴിവുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ആ സ്പോർട്സ് അസോസിയേഷൻ്റെ മെയിൻ ആൾക്കാരും ഉണ്ടായിരുന്നു. അവരൊക്കെ അന്ന് ചെയ്തതിൻ്റെ ബാധ്യതയാണ്. എത്ര ബാസ്ക്കറ്റ് ബോൾ ഉണ്ട്? ഫൈബറിൻ്റെ ബാസ്ക്കറ്റ് ബോൾ കേരളത്തിൽ ആദ്യം വരുന്നത് എവിടെയാണെന്നറിയോ? FAC ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നത് എവിടെയാണ്? നമ്മുടെ ഗ്രൗണ്ടിൽ. എവിടെ? FSR അവിടെ. അപ്പം നമ്മൾ അന്നത്തെ കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ച് പകുതി ആൾക്കാർ യൂസ് ചെയ്തു, കുറേ പേര് യൂസ് ചെയ്തില്ല. പക്ഷേ എല്ലാവരും. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, അന്ന് ഏത് ഗെയിമിന് ഇറങ്ങിയവരും ഇപ്പോൾ ഏകദേശം എൻ്റെ പ്രായം വെച്ചൊരു 50-52 വയസ്സ് അവർ കളിച്ചവരെല്ലാം ഫിറ്റ്നസ്സിലെപ്പോഴും നിൽക്കണേ. അതുപോലെ വൈകിട്ട് വന്ന് ദിനചര്യയായിട്ട് സ്പോർട്സ് ക്രിക്കറ്റ്, വോളിബോൾ, ഹാൻഡ് ബോൾ ത്രോ, ബാഡ്മിൻ്റൺ, ഷട്ടിൽ, ടേബിൾ ടെന്നീസ്, ഇത് കളിക്കാത്തവരാരും അവിടെ ഇല്ല. ഇതൊന്നുമില്ലാത്തത് ശരീരം അനങ്ങാത്തവർ ക്യാരംസാണ്. ഈ ക്യാരംസ് ബോർഡിലൊക്കെ ഈ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഗെയിമിനൊന്നും പോകുന്നില്ല, ക്യാരംസ് കയറിക്കണം. അവിടെ ഇടിയാണ്. അപ്പോൾ ഈ സ്പോർട്സിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാം, ഇതെല്ലാം കഴിയുമ്പോഴല്ലേ ഈ ചേട്ടന്മാർ താടി കെട്ടി വിടും. ആ ചേട്ടന്മാരെ പേരൊന്നും എടുത്ത് പറയാനില്ല, കാരണം ഇപ്പോൾ അവരൊക്കെ നമ്മളെക്കാളും ഏജുമായി, പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. താടി കെട്ടി വിടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചേട്ടന്മാരെ ശല്യം കാരണം എന്താ ചെയ്യണമെന്നറിയില്ല. ലാസ്റ്റ് പറയാൻ പാടില്ല. ബുള്ളെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാരം ബോർഡോ ഭയങ്കര വിലയുള്ള ബോർഡാണ് അന്നത്തെ കാലത്ത് ബുള്ള്. ആ ബുള്ളിൽ നല്ല തരിമണൽ കൊണ്ടുവന്ന് അങ്ങ് ഇട്ടിട്ട് അറ്റ വലിയ സ്ട്രൈക്കർ വെച്ച്. ഇതും ഞാൻ പറഞ്ഞല്ല, നമ്മുടെ അവിടെ ചെയ്ത കൂട്ടുകാരുടെ കാര്യം അവർ പറഞ്ഞത്. എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല, ശല്യം കാരണം അതും ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും, ആ ബോർഡ് അങ്ങ് മാറ്റും. അന്ന് തന്നെ ഈ സാധനത്തിന് 2000-3000 ഉണ്ട്. എത്ര വർഷം മുമ്പേ ഒരു ബോർഡിൻ്റെ വില. അത് കഴിഞ്ഞ് പുതിയ കൊണ്ടുവയ്ക്കും. ഞാൻ ചോദിച്ചിട്ട് ക്യാരം ബോർഡ് കളിക്കുമ്പം അതിന് ലൈറ്റിട്ട് ചൂടാക്കി, അല്ല എന്താ പറയുക, ആ പൗഡർ ചൂടാക്കിയിട്ട് സ്ട്രൈക്കർ ഓടിക്കണത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൽ ഞാൻ അന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല, ഓർക്കണ കാര്യങ്ങളാണ് പറഞ്ഞത്. അന്ന് ബെന്നിച്ചേട്ടൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒറ്റ ഗെയിമിൽ, രണ്ടാമത്തെ ഗെയിമിൽ അത് ഫിനിഷ് ചെയ്യും കളി. അതുപോലെ ബെന്നിച്ചേട്ടനുണ്ട്, ശ്രീചേട്ടൻ,
അങ്ങനെ അവരൊക്കെ കളി എന്ന് വെച്ചാൽ വേറെ ലെവൽ. നമ്മളൊന്നും പിന്നെ ക്രിക്കറ്റ് കളിക്കും, ടേബിൾ ടെന്നീസ് കളിക്കുന്നതൊക്കെ പോയെങ്കിലും വല്ലപ്പോഴും വന്ന് ഞൊട്ടും. അപ്പോൾ അവിടെ കൈ കിടന്ന് വിറയ്ക്കും. കാരണം നമ്മൾ വെച്ചാൽ വലിയ ബാറ്റ് എടുത്ത് കളിക്കുന്നത്. അപ്പം നമുക്ക് ആ ഇത് കൺട്രോൾ ചെയ്യാം. മറ്റവരൊക്കെ ടാക്ക് തന്നെ അത് റീബൗണ്ട് അടിച്ച് സ്ട്രൈക്കറൊക്കെ കോയിൻസൊക്കെ പോകണ കണ്ടാൽ ഞെട്ടിപ്പോകുന്ന കളിയായിരുന്നു. ഇപ്പം ഞാനത് കുറേ കാണുന്ന എവിടെ കയറും. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ചില സമയത്ത് ഒരു മുടിയൊക്കെ വളർത്തിയൊരു ടീമുണ്ട്. കണ്ണടച്ചൊരു അടി അടിച്ചു കഴിഞ്ഞാൽ 3 കോയിൻസ്, അത് ഒറ്റ അടിക്കാൻ തന്നെ ഫിനിഷ് ചെയ്യും. ഈ കളി കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴാണ് അവർ കളിക്കണത്. അന്ന് FAസിലുള്ള ഈ ചേട്ടന്മാർ അത് കളിക്കുമായിരുന്നു. എത്ര പേർക്ക് അതറിയാം? ഈ സ്പോർട്സിനെ കുറിച്ച് ചോദിച്ചതിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ആർട്സ് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ അവിടെ ഒരു റെനിഗേഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് മ്യൂസിക് ഉണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങളാണ്. അന്ന് നമ്മുടെ എത്ര ടാലൻ്റുള്ള കുട്ടികളായിരുന്നു അത് ഡെവലപ്പ് ചെയ്തത്. എത്ര പേർക്ക് അറിയാം അത്? അവർ സുമേഷ്, അരുൺ, ജിമ്മി, പിന്നെ നമ്മുടെ ശ്രീധൻ ചേട്ടൻ്റെ മോൻ, അങ്ങനെ കുറച്ച് പിള്ളേർ തുടങ്ങി വെച്ചിട്ട് ആ ബാൻഡിന് നല്ല വെച്ചാൽ അന്ന് പറയാനൊന്നുമില്ല. 2 വരി ഞാൻ പറയാം. ഞാൻ ശരിക്കും ഇംഗ്ലീഷൊന്നും എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. ബഫലോ സോൾജേഴ്സ് ആ പാട്ട് ജിമ്മി പാടും, സുമേഷ് ഗിറ്റാർ ബേസ് ചെയ്യും, ഡ്രംസ് നമ്മുടെ അരുൺ, അവരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ എത്ര ടാലൻ്റുള്ള ആൾക്കാർ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും നല്ല ടാലൻറ്റും കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഇവരൊരു പ്രോഗ്രാം നടത്തി. എവിടെ നിങ്ങൾക്ക് വല്ല ഓർമ്മ ഉണ്ടാവും, ഒരു എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും, ചില നമ്മുടെ അച്ഛനമ്മമാർക്കും ഉണ്ടാവും. ആദ്യമായിട്ട് കേരളത്തിൽ കോർഡ്ലെസ് മൈക്ക്, ഇപ്പോഴല്ലേ കോർഡ്ലെസ് മൈക്ക് സ്റ്റേജിലൊക്കെ കാണുന്നത്. അന്നത്തെ കാലത്ത് കോർഡ്ലെസ് മൈക്ക് ഇന്ത്യയിൽ ഇറങ്ങിയതോ കേരളത്തിൽ ഇറങ്ങിയോ ഇവന്മാരാണ്. 1000 വാട്ട്സിൻ്റെ കോർഡ്ലെസ്. നമ്മൾ ഇവന്മാരല്ല, ഇത്ര കഴിവുള്ളവർ ആദ്യം ഇറക്കുന്ന കോർഡ്ലെസ് മൈക്ക് അവരാണ്. ഇന്നല്ലേ ഇവിടെ എല്ലാവരും മൈക്ക് കാണാം, ഈ കോർഡ്ലെസ് മൈക്കും കാര്യങ്ങൾ. അന്ന് എത്ര വർഷം മുമ്പേ അവർ അന്നത് ചെയ്യണമെങ്കിൽ അവരുടെ കഴിവ് എത്രയായിരുന്നു. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ പേര് പറഞ്ഞു, ഒരു പെൺകുട്ടിയാണ് പാട്ട് പാടാൻ. അതുപോലെ ബാക്കി ജിമ്മി നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് എനിക്ക് ബഫലോ സോൾ 2 വരി അറിയാം. പക്ഷേ ഇവന്മാർ പാടുന്നത് കേട്ടിട്ടാണ് ഇതിൻ്റെ പുറകെ ഞാൻ പോയിട്ടുള്ളൂ, അല്ലാതെ ഞാനൊന്നും പോയിട്ടില്ല. പിന്നെ ഇവരെപ്പോൾ ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്യുമോ രാവിലെ വരും, തച്ചിനിരുന്ന് അങ്ങോട്ട് ചെയ്യും. അവരുടെ ഗുണം എന്താ? ഒരൊറ്റ പ്രോഗ്രാം തന്നെ അവർ ക്ലിക്കായില്ല, എൻ്റെ മനസ്സിൽ ക്ലിക്കായി. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയണ്ട, അത്ര കഴിവ് ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം വേറെ കാര്യമുണ്ട്. പഠിക്കാൻ വേണ്ടിയുള്ളവർ പഠിച്ച് നല്ല പോസ്റ്റിലെത്തി, കളിക്കാനുള്ളവരും കളിച്ച് എത്താനുള്ളത്. ഇത് എവിടെ കിട്ടും? നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നടക്കും ഇതൊക്കെ. ഒരു കൊച്ചു നന്നായി കളിക്കുകയാണെങ്കിൽ അവനെ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ സഹായിക്കും, അത് ശരിയാണ്. പക്ഷെ അവിടെ അതല്ലായിരുന്നു, എല്ലാവരും സഹായിക്കുന്ന സിസ്റ്റമായിരുന്നു. ആ കളിക്കുന്ന പയ്യന് കൊടുക്കും, ചിലർ അവൻ്റെ പനല്ലേ കൊടുക്കണ്ടെന്ന് പറയും. പക്ഷേ നമുക്കതല്ലായിരുന്നു. ആരും കളിച്ചാലും അവരെ സഹായിക്കാനുള്ള ഒരു സിസ്റ്റം അന്ന് ഫാക്ട് ഉണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ നിന്ന് വിട്ടിട്ട് ഇപ്പം 20-22 കൊല്ലമായി. നേരെ അച്ഛൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു. അച്ഛൻ ഈ ഫൈനാൻസ് ഫോറത്തിലും മറ്റത്തിലേക്കും എല്ലാ പരിപാടിയും നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂട്ടുകാർക്കും അറിയാം, പാരൻസിനും അറിയാമല്ലോ. പുള്ളി എല്ലാം കയറി പിടിക്കും. അങ്ങനെ അച്ഛൻ ഒരു കഥാപ്രസംഗം ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ലബിൻ്റെ ഓഡിറ്റോറിയത്തിൽ കയറി. അപ്പോൾ അന്ന് നമുക്ക് ഗെറ്റ് ടുഗദർ സിസ്റ്റമൊക്കെ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അതിലെന്തിലോ ഒരു പരിപാടിക്ക് അന്ന് നമുക്ക് എല്ലാ കൊല്ലവും എംപ്ലോയീസിന് ഡിപ്പെൻഡൻസിനൊക്കെ ഓരോ പരിപാടി നടത്തും. അപ്പോൾ ആ കാര്യത്തിൽ അച്ഛൻ വന്നൊരു കഥാപ്രസംഗം. അപ്പം ഞാനുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ എല്ലാ കൂട്ടുകാരും നിരത്തിയിരിക്കുക. കാര്യം വന്നപ്പോൾ തന്നെ ഇവന്മാർ കളിയാക്കാൻ തുടങ്ങി നമ്മുടെ കൂട്ടുകാർ. പക്ഷെ മിണ്ടണില്ല. ഈ അച്ഛൻ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 2 വീശിയിട്ടുണ്ടാവും, അതല്ല അങ്ങനെ വരില്ല, അല്ലെങ്കിലും അങ്ങനെ വരുള്ളൂ. അപ്പം ഞാൻ നോക്കിയിട്ട് എന്നെ ഇവന്മാർ നോക്കട്ടെ, എനിക്കൊന്നും മിണ്ടാനും പറ്റുമോ, കാരണം കൂടെ കിടക്കണല്ലേ, വല്ല പറയാൻ പറ്റുമോ? ഞാൻ നോക്കാം, അവന്മാരുടെ ആ വിഷമം എനിക്ക് മനസ്സിലായി. കൂടെ വേണ്ടേ, ഇവനിരിക്കണ്ട്, കൂവാൻ പറ്റുമോ, ഞാൻ ഇവിടെ ഇരിക്കണ്ടല്ലോ, അപ്പോൾ കൂവാൻ പറ്റുമോ എന്നൊക്കെ ഒരു വിഷമം. ഫസ്റ്റ് കൂല ഞാൻ കൂവി, പിന്നെ നോക്കണോ, പിന്നെ വല്ല കരയാങ്കിൽ കരയണമല്ലോ, കരയണമല്ലോ കൂവി നശിപ്പിച്ച്. അപ്പം നമ്മുടെ വിചാരം അതോടെ നിർത്തിപ്പോകുന്നു. അത് അതിലും വലിയ സാധനം അവിടെ ഇരുന്ന് അതിൻ്റെ അച്ഛൻ ആ അമ്മായിക്ക് കൂടെ തിരിച്ചു കൂടി. നിങ്ങൾ സിനിമയിൽ പിന്നെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് അന്നുണ്ടായ സംഭവമാണ്. ഇതറിയുന്ന കൂട്ടുകാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ അമ്മായിക്ക് കൂടെ തിരിച്ചു പോയി. മക്കളെ ഇത് ഞാൻ കുറേ കഴിഞ്ഞാന്ന് വല്ലതും മിണ്ടാൻ പറ്റൂ. ഈ അവിടെ ബാലയൊക്കെ നടത്തും നമ്മുടെ എംപ്ലോയീസ് തന്നെ, നമ്മുടെ അച്ഛന്മാരൊക്കെ ബാലകൾ. എടാ ലക്ഷണ മുന്തിരി വിളിക്കുന്നത്, എവിടെ അടിച്ച് ഫിറ്റായിട്ടാണ് കയറുന്നത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചിരിച്ചാവും. അതിപ്പം ഞാനിത് പറയുമ്പോൾ കേൾക്കുന്നതും അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കണ്ടവരും ഇന്ന് ചിരിക്കും. കാരണം മറന്നിട്ടില്ലാവില്ല, എല്ലാവരുടെ മനസ്സിൽ ഇതൊക്കെ കിടക്കുക നല്ല ഇതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറേ തമാശ പറയാനുണ്ട്. അത് ഭയങ്കര സങ്കടം തോന്നി. അത് സങ്കടമൊന്നുമല്ല, ഇന്ന് അല്ല കയ്യിലിരിപ്പോണ്ട് കിട്ടാനുള്ളത് കിട്ടിയത് മേടിച്ചുകൊണ്ട് പോയ ആൾക്കാരുണ്ട്. എന്നാലും ആ ഒരു ജീവിതം
എന്താ പറയുക, ഞാൻ ഹാപ്പിയാണ്. ഞാൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ടാണ് പോകണേ, FICയിലേക്ക്. ഇപ്പം നമ്മളെ കുട്ടികളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കാത്ത ആരുമില്ല. ഇപ്പം ഞാൻ ഇത് വേറൊന്നും കൊണ്ടല്ല, അത് നമ്മുടെ ഒരു കൾച്ചറും ഇപ്പോഴത്തെ കൾച്ചറും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും ന്യൂ ജെൻ. ന്യൂ ജെൻ പറയാം, പക്ഷേ ഇതിൽ നല്ല ന്യൂ ജനറേഷനായിരുന്നു ഞങ്ങൾ. കാരണം അന്ന് ഇത് പറയണത് എനിക്കെന്നല്ല ആർക്കും മനസ്സിലാവും. അന്ന് നമ്മൾ പഠിക്കേണ്ട സമയത്ത് നമ്മുടെ കൂട്ടുകാർ പഠിക്കുകയും ചെയ്യുമായിരുന്നു, കളിക്കേണ്ട സമയത്ത് കളിച്ച ഫിറ്റ്നസ്സുള്ള ബോഡി, മെൻ്റലി പവർ എല്ലാം കണക്ട് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇന്ന് ഈ പറഞ്ഞ കുറേ പേര് നല്ല പൊസിഷനിൽ നിൽക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് എത്ര പറയും ഒരു മൊബൈൽ അങ്ങ് കൊടുത്ത് ഇപ്പം അങ്ങ് വലുത്തും, എന്തെങ്കിലും ഫിറ്റ്നസ് പവറുണ്ടോ? ഞാനിപ്പോൾ പറയാനുള്ള കാരണമാണ് ശ്രദ്ധിച്ചുള്ളൂ. കുട്ടികൾക്ക് മെൻ്റലി പവറില്ല, ഫിറ്റ്നസ് പവറില്ല. മെൻ്റലി പവർ ഇല്ല, ഫിറ്റ്നസ് പവറില്ല. ഈ കൊച്ചുങ്ങളെ വാർത്തെടുക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറരുത്. ഫാക്ടറിയിൽ ജനിച്ചു പോയ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയുന്നതുകൊണ്ട് പറയാം, കുട്ടികളെ നന്നായിട്ട് കളിക്കാനോ അവരുടെ ജീവിതത്തിൽ നല്ലൊരു വഴി കാട്ടി കൊടുക്കണം. എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ ഭൂരിഭാഗം പിള്ളേർ ഈ പറഞ്ഞ മൊബൈലും കളിച്ച് കമ്പ്യൂട്ടറിലും കയറി ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ഈ സാധനം വന്നപ്പോൾ ഇപ്പോൾ എന്താ അറിയുക, അച്ഛനമ്മയും പറയണല്ല കേൾക്കണേ, ഓട്ടന്നെ അവർ കുത്തും. ഞാൻ പറയണല്ലോ കേട്ടോ, സോറി. അവരച്ഛൻ ഗൂഗിൾ അച്ഛനെ വിളിക്കും. ഇതിൻ്റെ അർത്ഥം എന്താ, ഇതെന്താ? പിന്നെ അത് പറയണതാണ് ഇവിടെ കേൾക്കണത്. ഇത് ഞാൻ പറഞ്ഞല്ല, ഓരോ വിധം പാരൻസ് പറഞ്ഞ് കേട്ടും അടുത്ത കാര്യം പറഞ്ഞെന്നുള്ളൂ. അപ്പം നമ്മളെന്താ, നമ്മുടെ കുട്ടികൾക്ക് കാര്യം, ഏത് അച്ഛനമ്മമാർക്കും ഒരു കാര്യമുണ്ട്, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാവും, എന്നാൽ നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടരുത്. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം ഇന്നത്തെ കുട്ടികൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരു കാര്യം പറയാം, പണ്ട് അച്ഛനോ അമ്മയോ കണ്ട ബഹുമാനം കൊടുക്കുന്നുണ്ട്. ഇന്ന് അച്ഛനും അമ്മയും കണ്ട ബഹുമാനവും ഇല്ല, കണ്ട കാലുമേ കാലം കയറ്റിയിട്ടിരുന്ന് എന്ത് ചെയ്യുന്നറിയോ, അവരെ അമ്മമാർ വന്നു മറ്റവർ വന്നു മൈൻഡ് പോലും ചെയ്യില്ല. അവർക്കതിന് നേരമില്ല, ആ കൾച്ചർ അവരെ ഇന്ന് വിട്ടുപോയി. ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഫാക്ടറിയിൽ നിന്ന് പോയെന്ന് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യമല്ല. അപ്പം നമുക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയില്ല, FICയിൽ നിന്ന് റിട്ടയർഡായി പോയിട്ട് എത്ര പേരെ വഴിയിൽ വെച്ച് കാണും, ഞാൻ ചെല്ലും. അത് അന്ന് പുള്ളി കാശുള്ള, ഞാൻ കണ്ട ഒരാൾ അന്ന് സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടതാണോ ഇല്ലാത്തതെന്നല്ല, എനിക്കെല്ലാം തുല്യരായിരുന്നു. ഇത് പറയാൻ നല്ല ധൈര്യമുണ്ട്, പറയുകയും ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഞാൻ എവിടെയെങ്കിലും ഞാനിപ്പോൾ ഇവിടെ തിരുവല്ലയിലായിപ്പോയി, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഫാമിലിക്ക് വേണ്ടി ഞാൻ കണക്ട് ചെയ്യാൻ വരും. അതെൻ്റെ ഒരു ആഗ്രഹം. കാരണം ഞാനെന്നല്ല എല്ലാവരും ഇതിൽ കണക്ട് ചെയ്ത് പോവാന്ന്. കാരണം നിങ്ങളുടേതായ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയാം. വിഷമങ്ങൾ വളരെ കുറവാണ്, കാരണം 3 നേരം തിന്നാൻ കിട്ടുമായിരുന്നു, ഉടുക്കാൻ കിട്ടുമായിരുന്നു, അതൊക്കെ ശരി തന്നെ. പക്ഷേ ജാതി പറഞ്ഞ് മാറ്റാനോ സമുദായം പറഞ്ഞ് മാറ്റാനോ അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞ് ഇന്നെ നിർബന്ധിച്ച് അവിടെ പോകാനോ ഇവിടെ പോകാനോ അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലിറങ്ങിക്കോ, ഒരു കൊച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ന മുസൽമാൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദു ഇതല്ലേ പറയണേ. നമുക്കവിടെ വല്ലതും ഉണ്ടായിരുന്നോ? ഒരു കൊച്ചുണ്ടായോ അവിടെ വരുന്ന എല്ലാവരും ആ സന്തോഷത്തോടെ എല്ലാവരും നല്ല രീതിയിൽ അവർ സ്നേഹിച്ചും എല്ലാവരും വേർതിരിവില്ലാതെ കണ്ട ഒരു കാലം, ഇത്രയും നല്ലൊരു കാലം ഇനി ലോകത്തുണ്ടാവുമെന്ന് എനിക്ക്, ലോകത്തെന്നല്ല ഉണ്ടാവായിരിക്കും, പക്ഷേ എനിക്കില്ല. പക്ഷെ ഒരു ഓണം വന്നോ, അല്ലോ റംസാൻ വന്നോ, അന്ന് നമ്മളൊരു ഹിന്ദു ആണോ മുസ്ലിംസിൻ്റെ വീട്ടിൽ പോകും, ക്രിസ്ത്യൻ്റെ വീട്ടിൽ പോകും, അവരെ പോയി ഫുഡും ഭക്ഷണവും കഴിച്ച് അവരുടെ കൂടെ ആ സന്തോഷത്തിന് കൂടി ക്രിസ്മസ് കരോള്. ഞാൻ പറയാം, നിങ്ങളിപ്പോൾ എത്ര പേര് എന്ത് പറഞ്ഞാലും പറയാതെ പോയൊരു സാധനം, എല്ലാ കൊല്ലവും ക്രിസ്മസ് കരോള് എല്ലാവരും ബാൻഡ് കൊട്ടി നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തതിൻ്റെ കാരണം എന്തായിരുന്നു? അന്നത്തെ മെറ്റഡോർ വണ്ടിയും വിളിക്കും. ആ മെറ്റഡോർ വണ്ടിയിൽ അവിടെ കിടക്കണ കാട്ടി കിടക്കണ വലിയ വലിയ തടിയൊക്കെ വെട്ടി ശരിക്കും കുടിലുണ്ടാക്കും. എന്നിട്ടും യേശുക്രിസ്തുവിനെ മാത്രം ഡോളുമാക്കി ബാക്കി എല്ലാവരും നല്ല ഡ്രസ്സ് ചെയ്ത് അല്ല സീരിയൽ ലൈറ്റ് ബൾബ് ഓടുന്ന വണ്ടിയിൽ അത് ആ കരോള ഇറക്കി ഒരൊറ്റ സ്ഥലമുള്ളൂ. എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? വേറെ എങ്ങും ഇറക്കിയിട്ടില്ല. ഇത് പറയാനുള്ള റൈറ്റ്സ് ഉള്ളതുകൊണ്ട് പറയാം. അത് ഇറക്കിയത് FICക്കകത്തുള്ളത് നമ്മൾ തന്നെ ഇറക്കിയുള്ളൂ. കാരണം അതിനും ഒരു വിചിത്രമായ സംഭവമുണ്ട്. എത്ര പേർക്കറിയാം? അറിയാം, നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ അറിയാം. അന്ന് FICയിൽ തൃപ്പൂണിത്തുറയിൽ ഓണ അത്തച്ചമയത്തിൽ നമ്മളെ ടാബിൾ ഉറങ്ങും ഫാക്റ്റിൻ്റെ. എപ്പോഴും അവരായിരുന്നു വിൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ സിസ്റ്റം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ കരോൾ ഈ ഭാഗത്തേക്ക് മാറ്റിയത്. അപ്പോൾ എന്തോ നമ്മളെ കണ്ട ശേഷമാണ് ഈ പറഞ്ഞ എല്ലാ വീടുകളിലും മറ്റൊന്ന്. എന്നുവെച്ചാൽ നമ്മൾ ജനറേറ്റർ ആദ്യമൊക്കെ ബാറ്ററി ആയിരുന്നു നമ്മൾ തുടങ്ങിയപ്പോൾ. ബാറ്ററിയൊക്കെ എടുത്ത് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ സീരിയൽ ലൈറ്റും കാര്യങ്ങളും പിന്നെ ചെറിയത്. പക്ഷേ നമ്മൾ കുടിലൊക്കെ എന്ന് പറഞ്ഞാൽ തടി കട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി അല്ല ഒരു കുടിൽ പോകണതായിട്ട് തോന്നും. അതേപോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്താണ് ഇത്. അന്ന് നിങ്ങൾക്ക് അറിയാം മെറ്റഡോറിൻ്റെ ടെമ്പോ മാത്രമേ ഉള്ളൂ ലോഡ് എടുക്കണം, അതിലാണ് ഇതെല്ലാം ചെയ്തത്. അന്നത്തെ കാലത്ത് അത്ര ഇതും ഓടിയെങ്കിൽ നമ്മൾ എത്ര വൈഡായിട്ടാണ് ജീവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുണ്ടോ? അപ്പം ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്, ഓണം ആഘോഷിച്ചിട്ടുണ്ട്, ബക്രീദ് മുസ്ലിംസിൻ്റെ എല്ലാ പരിപാടിക്കും നമ്മൾ കഴിച്ചിട്ടുണ്ട്. അവരെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും, അവരും നമ്മുടെ നിന്ന് വന്ന് കഴിക്കും.
ഇതൊരു ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പം അവൻ്റെ വീട്ടിൽ പോകണ്ട, ഇവൻ്റെ വീട്ടിൽ പോകണ്ട പറയുന്നത്. നമ്മുടെ ബാല്യത്തിൽ പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പോകാനും പറ്റില്ല. കാരണം അമ്മമാർ നമുക്ക് ആ വഴി കാട്ടും, അച്ഛന്മാരും വഴി കാട്ടിനാണല്ലോ നമ്മളവിടെ ജീവിച്ചു. നമ്മളിപ്പോൾ ഈ ഞാൻ നല്ല അഹങ്കാരത്തിലാണ് പറഞ്ഞത്, അതുപോലത്തെ ഒരു ജീവിതം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൽ തന്നെ പറഞ്ഞത്. എന്നാലും പറയണം, അന്ന് എനിക്ക് ഓർമ്മയുള്ള, കാരണം ഞാൻ ജനിച്ചോളുന്ന അവിടെ ആണെങ്കിലും ഞാൻ ആലോചിക്കുന്നത് അന്ന് ഒരു ഡിസിപ്ലിൻ ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്കൂൾ വിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കുളിക്കുക, ചായ കുടിക്കുക, ഇതെല്ലാം കഴിഞ്ഞ് ഒരു 5:30 കഴിയുമ്പോൾ എല്ലാ കുട്ടികളും റോട്ടിലേക്ക് വരും. അതിൻ്റെ കൂടെ അമ്മമാർ ഇറങ്ങും. അച്ഛന്മാർ നേരപ്പം ഉള്ളവർ വല്ല പച്ചക്കറി മേടിക്കാനോ അതിനും ഇതിനായിട്ട് പോകും. കുറേ പേര് ക്ലബ്ബിൽ ചീട്ടുകളി ക്ലബ്ബിലേക്ക് പോകും, ചിലർ സ്പോർട്സ് കാര്യങ്ങൾ, അങ്ങനെ എന്തായാലും എല്ലാവരും തിരക്കിലാണ് ആ ടൈം. വിത്തിൻ സെക്കൻഡിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്റ്റാർട്ടാകുമ്പോൾ ആ ടൈം ആകുമ്പോൾ എല്ലാവരും ആരും പറയണ്ട, നേരെ അവർ വീട്ടിൽ ചെല്ലുക, കുളിക്കുക, പഠിത്തം കാര്യങ്ങൾ. അതൊരു ഡിസിപ്ലിനാണ്. അതുപോലൊരു ഡിസിപ്ലിൻ വേറെ ഉണ്ട് കേട്ടോ. എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറയണം, കുറേ ഉണ്ട് പറഞ്ഞാൽ തീരില്ല. എന്നാലും നമുക്ക് കിട്ടിയ നമ്മുടെ ഒരു മനസ്സും അല്ലെങ്കിൽ ക്ഷമ എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ബേസിക്കലി കാര്യമുണ്ട്. അതിന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് സ്റ്റോറ്, കോപ്പറേറ്റീവ് സ്റ്റോറ് നേരത്തെ പറഞ്ഞു പോയതാ, അതുപോലെ റേഷൻ കട, ഈ പറഞ്ഞെടുത്ത് കൊണ്ട് നമ്മൾ ഈ ബുക്സ് എല്ലാം വയ്ക്കും. ഏത് സ്റ്റോറിൻ്റെ ബുക്ക്, റേഷൻ കാർഡ് ഒക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഈ ആദ്യം ആർക്ക് എടുക്കണം? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുരുത്തം കെട്ടവരുണ്ട്, ഓടി വന്ന് ആദ്യം വന്നത് പകുതിക്കായിരിക്കും, എന്നാലും കൊണ്ട് എൻ്റെ അടി വെച്ച് ഫസ്റ്റാക്കും. അപ്പം നമുക്കുണ്ടാകുന്ന ദേഷ്യവും വഴക്കും, കാരണം അമ്മമാരാ വിട്ട് പറഞ്ഞേ, ഈ പറഞ്ഞ ഒരുവിധം കൂട്ടുകാരൊക്കെ ഇത് പോയിട്ടുണ്ട്, അവർക്കൊക്കെ ഈ അനുഭവമുണ്ട്. അപ്പോൾ ഈ പലരും നമ്മളെക്കാൾ സീനിയേഴ്സ് വന്നിട്ട് എടുത്ത് ആയിരിക്കടാ എന്ന് പറഞ്ഞ് കയറ്റി വയ്ക്കും. പക്ഷെ ആ ക്ഷമയൊക്കെ ഇന്ന് ലൈഫിന് നന്നായിട്ട് ഗുണം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം അന്ന് നമ്മുടെ പറഞ്ഞില്ലേ, നമ്മുടെ സ്റ്റോറിലെ ലാലു ചേട്ടൻ, ബാലേന്ദ്രൻ ചേട്ടൻ, പിന്നെ നമ്മുടെ മോഹനൻ ചേട്ടൻ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ പേരുണ്ട്, എന്തോരം പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ സന്തോഷമാണ് കാര്യം. നമ്മളെ കാര്യം വേറൊരു ഗുണമുണ്ടായിരുന്നു കേട്ടോ. ഈ ഇതിൽ പറഞ്ഞു വരുമ്പോൾ മനു ഇതിലൊരു പറഞ്ഞു പോയൊരു കാര്യത്തിൽ, ആ സാമിക്കടയുടെ കഥ പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോറുകാരെന്ത് ചെയ്യുന്നൊരു വലിയൊരു സ്ലാബ് ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം കൂടെ പറിക്കൊണ്ട് ഓടിക്കളഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ എനിക്ക്. ആ സാമിക്കാരന് ചെവി കേട്ടുകൂടാ സാമിക്കടയിൽ. അപ്പോൾ എന്നിട്ട് ബിഗ് ഫൺ ഒരെണ്ണം മേടിക്കാൻ പറയും. അപ്പോൾ പുള്ളി ഫ്രണ്ടിൽ നിന്നാണ് എടുക്കും. അപ്പോൾ ഇവിടെ കിട്ടാത്ത സാധനം അകത്തുനിന്ന് എടുക്കാൻ പറയും. അകത്തുനിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് എക്ലയറങ്ങ് പോകും, 5 സ്റ്റാർ അതും ഇതൊക്കെ. അപ്പോൾ അതിലും കുറേ മിടുക്കന്മാർ നമ്മുടെ ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്തിട്ടല്ല, നമുക്കറിയാം എന്തൊക്കെ അഭ്യാസം. അപ്പോൾ എന്തായാലും ക്ഷമ കിട്ടണ ഒരു കാര്യം ഈ പറഞ്ഞ ലാലു ചേട്ടനും അവരൊക്കെ നമുക്ക് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാനാ, അവർക്ക് മുമ്പിൽ ആദ്യത്തെ കാർഡാരോ അവർക്ക് കൊടുക്കും. അതിൽ കുറേ മിടുക്കന്മാർ കൊണ്ട് തള്ളി കയറ്റി വെച്ച് കാര്യം നടത്തി പോകും. അങ്ങനെ എന്തൊക്കെ. അതും വേറെ കാര്യം, ഈ നമ്മുടെ പാർക്കില്ലേ, നിങ്ങളൊക്കെ മറന്ന്, ഞാൻ അവരുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാർക്കിൽ. ആ പാർക്കിൽ നിരങ്ങിയിട്ട് മൂട് കീറാത്ത എത്ര പേരുണ്ടെന്ന് പറയാം നമ്മുടെ കൂട്ടത്തിൽ. ആദ്യം എറണാകുളത്തെ പാർക്കിനേക്കാളും സൂപ്പർ പാർക്ക് എന്ന് പറഞ്ഞത് ഫാക്ടിൻ്റെ അകത്താണ്. അപ്പോൾ അതും പറയാം. അപ്പോൾ എവിടെയായിരുന്നു നമ്മളെ റേഞ്ചിൽ നിന്നൊന്ന് ആലോചിച്ചാൽ ഇന്നിപ്പോൾ നമ്മളെ കുട്ടികളുടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ പാർക്കിൽ സീസോ ഏത് ഞാനൊക്കെ ഓർമ്മ വെച്ച് നല്ല ബോധം വയ്ക്കുമ്പോൾ ചിലപ്പോൾ എറണാകുളം പാർക്കിലൊക്കെ ഇതൊക്കെ ഈ സാധനം വന്നിട്ടുള്ളൂ. അതിന് മുമ്പേ വലിയ ആനയുടെ മേളിൽ കൊണ്ട് തുമ്പിക്കൈ വഴി നേരെ താഴെ. പക്ഷേ എവിടെ അന്നും ഫാക്ടറി ഇരിക്കുന്ന ആനയുടെ വലിപ്പം ഇല്ല ഇപ്പോഴും എറണാകുളത്തിരിക്കുന്നത്. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്താ ഗെയിംസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ തിയേറ്റർ, അതൊരു സംഭവമാണ് മക്കളെ. ഈ നമുക്ക് ആകെ അറിയാമല്ലോ, ആഴ്ചയിൽ 2 ഫിലിമുണ്ട്. ആ 2 ഫിലിം 2 ഷോയേ ഉള്ളൂ. ഈ 2 ഷോയിലും വരാനുള്ളവർ വരും. അപ്പോൾ നമ്മൾ കുറേ പേര് ഫസ്റ്റ് ഷോയ്ക്ക് കയറും. അത് കയറും. അപ്പോൾ നമ്മുടെ അവിടുത്തെ കുറേ മിടുക്കന്മാരുണ്ട്. ഈ നമ്മളെ പിള്ളേരാണല്ലോ, നമ്മളല്ല നമ്മളെ ജൂനിയറും, നമ്മളൊക്കെ മോശമൊന്നും ഉണ്ടായില്ല. അവിടെ ഇരുന്ന് കൂവും. അപ്പോൾ ടോർച്ച് അടിച്ചുകൊണ്ട് വരും. അപ്പം സീനിയേഴ്സ് ഉണ്ടോ, അവർ നല്ല പച്ച തെറിയെ കഴിയും. അപ്പോൾ എല്ലാവരും പറയണത് വെച്ചാൽ ബാൽക്കണി ഇരിക്കുക. നമ്മുടെ ബാൽക്കണി മറ്റേതറിയല്ലോ, സാധാ ചെയറും മറ്റേതുമാണ് കിടക്കണേ. അപ്പോൾ ഈ ഇത്രയും പേരും ഈ പറഞ്ഞ സിനിമ വരുമ്പം എല്ലാവരും ഒരു ഫാമിലിയിൽ നിന്നല്ല, അത് ഈ 2 ദിവസം പഠിക്കാനുള്ള പിള്ളേർ സിനിമ ഇന്നതാണെന്ന് ഒരാഴ്ചക്ക് മുമ്പ് ഒരു 4 ദിവസം മുമ്പേ പോസ്റ്റർ ഒട്ടിക്കും. നമുക്ക് അവിടെ പോസ്റ്ററിൻ്റെ ബോർഡ് വരെ ഉണ്ട്. ഇവിടെ ലോക്കൽ വല്ലവൻ്റെ മതിലാണ് ചെയ്യണത്. നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാനുള്ള ബോർഡ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ, സിനിമയ്ക്ക് പോകണം. ആ 3 ദിവസം കൊണ്ട് സിനിമ വരുന്നതിന് 3 ദിവസം മുമ്പ് പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു വയ്ക്കും. അങ്ങനെ കുറേ മിടുക്കന്മാരുണ്ട് സിനിമ കാണാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ അങ്ങനെയാണെങ്കിലും അവിടെ വന്നൊരു സിനിമ കാണുന്നൊരു സുഖമുണ്ട്. അവിടെ ഞാനൊരു കാര്യം പറയാനുണ്ട്. പണമുള്ളവനും പണം ഇല്ലാത്തവനും എല്ലാവർക്കും ഒറ്റ സീറ്റാണ്.
ശരിയല്ലേ? അപ്പോൾ അവിടെ വേർതിരിവില്ല, ഈ സിനിമയെല്ലാം കാണും. അപ്പോൾ ഇൻ്റർവെൽ ഉണ്ടാവും. അന്ന് നമ്മുടെ ചാക്കോ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവില്ല. പുള്ളിയായിരിക്കും അവിടെ നിന്ന് കറക്കൽ. കാരണം ഇപ്പോഴത്തെ പോലത്തെ ലേറ്റസ്റ്റ് പ്രൊജക്ടറൊന്നും അല്ലല്ലോ. ആ സാധനം ഇത് കറക്കി പുള്ളി വയ്ക്കും. പുള്ളി നമ്മൾ ചാക്കോ ചേട്ടാ അവർ വീഡിയോ വലിച്ച്, അപ്പോൾ അന്ന് ഞങ്ങൾ കുഞ്ഞാ. അപ്പോൾ ഈ ചാക്കോ ചേട്ടൻ ഇതിൻ്റെ അകത്ത് കൊള്ളില്ലാത്ത ഫിലിമൊക്കെ കട്ട് ചെയ്ത് നിലത്തിടും. ഏത് മേളിൽ നിന്ന്, അപ്പോൾ മേളിലാണല്ലോ ഇതിൻ്റെ പ്രൊജക്ടർ ഇരിക്കണേ. അതിന് മേളിൽ താഴെ ഇടുമ്പോൾ നമ്മളിതെല്ലാം പറക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നോക്കും, എല്ലാം വയ്ക്കും. പിന്നെ ഇത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം, നമ്മൾ കണ്ട സിനിമയുടെ അന്നത്തെ ചെറിയ പ്രായമോ ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോറി ഇപ്പോൾ ഒരു കാർഡ്ബോർഡ്, നമ്മൾ സ്റ്റോറി പോയി ഒരു കാർഡ്ബോർഡ് എടുക്കും, ഒരു ബൾബ് ഹോൾഡറിലൊക്കെ വെച്ച് പിടിപ്പിക്കും. അന്ന് ഈ ലെൻസ് കിട്ടും. ഈ ലെൻസിൻ്റെ ഇടയിൽ കൊണ്ടുവച്ച് തിരിച്ചും മറിച്ചൊക്കെ വലിയ സംഭവമായിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്തറിയോ, ആ ചെറിയ ഫിലിം വലുതായി കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് സ്പേസിൽ റോക്കറ്റ് വിട്ട ആനന്ദമായിരുന്നു അന്ന്. പിന്നെയല്ല ഇത് ഈ മണ്ടന്മാർ ഇത് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ചാക്കോ ചേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് അച്ഛൻ്റെ കൂടെ ജയറാം വീട്ടിൽ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പം വന്നു കഴിഞ്ഞ് ജയറാം സാർ അന്ന് സിനിമയിലൊന്നുമില്ല. ആ സമയത്ത് ഇങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ കുറേ പ്രോഗ്രാം ആ സമയത്ത് നമുക്കറിയാമല്ലോ. അന്ന് നമ്മൾ റോയൽ ലൈഫിൽ ജീവിക്കുമ്പോൾ എപ്പോഴും പ്രോഗ്രാം, നമുക്കതുമല്ല FSAക്കും ഈ മറ്റേ അസോസിയേഷനൊക്കെ നല്ല കാശ് കിട്ടുന്നൊരു സംഭവം. ആ സമയത്ത് നമുക്ക് ഓരോ പ്രോഗ്രാം നടക്കും. അത് നമ്മൾ കാണാത്ത ഈ പറഞ്ഞ പോലെ കോയമ്പത്തൂർ ഗാനമേള വരെ നമ്മളവിടെ നടത്തി കൊണ്ടുവന്നിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ വന്നപ്പം അന്ന് ജയറാം നമ്മൾ മിമിക്രിയിൽ ഈ മിമിക്സ് പരേഡ് മിമിക്രിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, സിനിമയിലൊന്നും ഒന്നും കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എല്ലാ ഫിലിം ഫെസ്റ്റിവലും നടത്തും എല്ലാ വർഷവും. അപ്പോൾ നമുക്ക് ഗസ്റ്റായിട്ട് പലരും വിളിക്കുമായിരുന്നു. ആ സമയത്താണ് ജയറാം സാറ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. ആരെ? പാർവതിനെ. പാർവതി കല്യാണം കഴിച്ച് ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് അന്ന് മുണ്ടുനീരോ എന്തോ വന്നിട്ട് വരാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി അദ്ദേഹം അവിടെ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ. അതും കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഇനോഗ്രേഷൻ വന്ന് നമ്മുടെ പരിപാടി ഭയങ്കര ഗംഭീരമായിട്ട് ആ ഇനോഗ്രേഷൻ നടന്നു. ഭയങ്കര തിരക്കും ഇവർ വരുന്നത്. എന്ന് വെച്ചാൽ രണ്ടൊന്ന് കല്യാണം കഴിച്ച ടൈം. ഇതിപ്പോൾ എനിക്കറിയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരു അറിയാം, അറിയാത്തവരും ഉണ്ട്. ആ കല്യാണം കഴിച്ച് ആ ഒരു പരിപാടിക്ക് നമ്മൾ ഇവരെ രണ്ടുപേരും കാണാൻ വേണ്ടി എന്നെ ഇടുക. അപ്പോൾ ഇവരുടെ ഫിലിമിലൊക്കെ കയറി രണ്ടുപേരും ഫിലിമിൽ നല്ല അഭിനയിച്ച് നല്ല പൊസിഷനിൽ നിൽക്കുന്ന സമയം. ഈ സമയത്ത് അദ്ദേഹത്തിനൊരു വഴി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ വന്ന വഴി മറക്കരുതെന്ന് പറയണമെങ്കിൽ ആ ഒരു തിയറി ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. വന്ന വഴി മറക്കരുത്. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഡയലോഗ് വെച്ചാൽ സത്യം. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അന്ന് നമുക്ക് വെച്ചാൽ തിയേറ്ററിൻ്റെ സ്ക്രീൻ അങ്ങ് പൊക്കി വെച്ചാൽ സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവർ രണ്ടുപേരോടും വന്ന് കല്യാണം കഴിഞ്ഞ് ആദ്യം ഈ ഒരു പരിപാടിക്ക് അന്നത്തെ സുഖമില്ലാതിരുന്നിട്ട് എന്താ മഞ്ഞപ്പിത്തോ അല്ല മഞ്ഞപ്പിത്തല്ല വേറെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റായിട്ടല്ല, എന്നാലും സുഖമില്ലാതിരുന്നു. എന്നാലും ഇവർ വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ, ഞാൻ ഈ FACT മണ്ണിൽ നിന്ന് കുറേ അന്നം തന്നിട്ടുണ്ടെന്ന്, ഇഷ്ടമാതിരി പ്രോഗ്രാമിന് ഇവിടെ വന്നിട്ടുണ്ടെന്ന്, അതുകൊണ്ട് എനിക്ക് ഈ സ്റ്റേജ് പുതിയതല്ല. അപ്പം നമ്മളെയൊക്കെ ഉൾക്കൊള്ളുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറേ പഠിക്കാത്ത സാധനം അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താ ഒരു ഇപ്പം അല്ല തന്നെ അവിടെ ഇത്തിരി പൈസ കിട്ടി അഹങ്കാരവും കൂടും വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. ആ മനുഷ്യൻ അത്രയും പൊസിഷനിൽ നിന്നിട്ട് പോലും ആ വന്ന വഴി മറന്നില്ല. അതാണ് നമ്മളിൽ അതാണ് ഇപ്പം നമ്മളെല്ലാം കൂടിയെന്ന് വർത്താനം പറയാൻ. വന്ന വഴി മറക്കരുത്. ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഞാൻ സത്യം പറയാം, ഇന്ന് വരെ ഔട്ട്സൈഡിൽ പോയിട്ടൊരു നടന്മാരെ കാണാൻ ആഗ്രഹം കാണിച്ചിട്ടില്ല, പോയിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാ നടന്മാരും അവിടെ കണ്ടിട്ടുണ്ട്. ഈവൻ മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ ഖുശ്ബു, ദിലീപിൻ്റെ പടം ആദ്യത്തെ മാനന്തക്കൊട്ടാരം അതെവിടെ ഷൂട്ട് ചെയ്തത്? ഗസ്റ്റ് ഹൗസിൽ. പിന്നെ മൂന്നാം മുറ, പിന്നെ രാജാവിൻ്റെ മോൻ ഒരു സീനുണ്ട് അല്ല അകത്ത് കയറി പോണം. അപ്പം ഇതെല്ലാം അന്ന് പോകുമ്പം അതെവിടെ അന്ന് നമ്മൾ ചെറിയ പ്രായമോ ഒരു സൈക്കിളും ചവിട്ടി വരുമ്പോൾ 3 എണ്ണം കയറും. ഇതും ചവിട്ടി അവിടെ ചെല്ലുമ്പോൾ നമ്മളവിടെ സെക്യൂരിറ്റി ഏത് ഗസ്റ്റ് ഹൗസിൻ്റെ അത് കയറ്റൂല, ഏത് നമ്മുടെ അകത്തുള്ളത് അങ്ങോട്ട് കയറ്റൂല. കാരണം അത്രയും ആൾക്കാർ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ചില വില്ലന്മാർ ഡാമിൻ്റെ ഒരു സൈഡിൽ കൂടെ നീന്തിയിട്ട് അപ്പുറത്ത് കയറി ആ കാട്ടിൽ കൂടെ കയറി പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടേക്കണം. അങ്ങനെയൊക്കെ സിനിമ. പക്ഷെ ഒരു കാര്യം പറയാം, അതാ ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളത് എല്ലാവരും പറയാം, ഇതുപോലുള്ള ലൈഫ് ഒരു സിനിമ നടനെ കാണണമെങ്കിൽ എന്ത് ഇടിയാണ് ആളിൽ വെളിയിലേക്ക് കിടന്ന് കാണണേ. നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടോ? പറ. വേറെ ഇതെല്ലാം പറഞ്ഞ പോട്ടെ, ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതാ പറഞ്ഞാൽ അതുപോലത്തെ ലൈഫ് എങ്ങും കിട്ടില്ല. സിനിമാ നടന്മാരെ ഒന്ന് കാണാൻ കഷ്ടപ്പാടും ദുരിതവും കണ്ട് ചെന്നൈയിലും വരെ പോണ ആൾക്കാരുണ്ട്. എന്നാൽ നമ്മളെങ്ങും പോയില്ല. നമ്മൾ കണ്ടത് മുഴുക്ക FACT. അത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിച്ചത്. ആ ഡാമിൻ്റെ തീരത്ത് പോയിരുന്നാലേ വട്ടുള്ളവൻ്റെ വട്ട് മാറും. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം പറയട്ടെ.
ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതൽ, തേങ്ങയ്ക്ക് വില കൂടുതൽ. അന്ന് എഫ് ഐ സീറ്റിൽ എല്ലാവരും ചെയ്യുന്ന അറിയില്ല, എഫ് ഐ സീറ്റ് തേങ്ങ ഇട്ട് അവിടെ പോയി ഇട്ട് കൊണ്ട് തിന്നവരും ഉണ്ട്, ഇതൊക്കെ നമുക്കറിയാമെന്നറിയാം. പക്ഷെ ഇതിൽ ചിരിക്കാനുള്ളൊരു കാരണമുണ്ട്. കരിക്ക് എറിഞ്ഞിടുന്നവരുണ്ട്, കയറിയോ അപ്പോൾ ആകെ 2-3 പേരേ ഉണ്ടാവുള്ളൂ. എന്താ ചെയ്യണേന്നറിയോ? കയറി കഴിഞ്ഞാൽ 50 കരിക്കാലും 30 കരിക്കാണെങ്കിൽ അത് വെട്ടിയാൻ കിട്ടും. ഇത് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ, അത് കഴിക്കുകയില്ല, അവിടെ കൊണ്ട് കാട്ടിലിട്ടും പിറ്റേന്ന് വന്ന് വേറെ വെട്ടും. ഈ മാന്യന്മാരെ ഈ എസ്റ്റേറ്റിൽ നിന്ന് ഈ തേങ്ങയ്ക്ക് കൊടുക്കുന്ന ആൾക്ക് ഇതിന് കൊടുക്കും, ഒരു കൊല്ലത്തേക്ക് ലീസ്റ്റിനാണ് അങ്ങനത്തെ പരിപാടി, അത് കൊടുക്കും. ഇവന്മാരെന്ത് ചെയ്യുന്നു? ഇവന്മാർ അതിനേക്കാളും ആഗ്രഹമാണ് ഞാൻ വെളിയിൽ നിന്ന് വരണ. അവരെന്ത് ചെയ്യുന്നു? തെങ്ങിൻ്റെ മേളിൽ ബ്ലേഡ് വയ്ക്കും, അല്ലെ ആണി. നമ്മുടെ മച്ചാന്മാരെ നെഞ്ചും ഭരിച്ചങ്ങ് കയറും. നെഞ്ചിന് കിട്ടിയിട്ടില്ല, പക്ഷേ കാലിന് കയറിപ്പോയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അതിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ ഏറ്റവും രസമുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു, സമയം പോകല്ല, ക്ഷമയുള്ളവർക്കൊരു പണിയുണ്ടായിരുന്നു, മീൻപിടുത്തം. ഞാൻ പോയിട്ടുണ്ട് ഇഷ്ടമാതിരി. എന്തോരം സമയം അന്ന് എടുത്തപ്പോൾ കരിമീൻ വലിച്ചു കയറ്റാം, സിലോപ്പി വലിച്ചു കയറ്റാം, കൂരൽ, എന്തോരം മീൻ വലിച്ചു കയറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അതേ പറഞ്ഞാൽ നമ്മളൊക്കെ വേറൊരു സ്വർഗത്തിൽ തന്നെയായിരുന്നു. പിന്നെ വലയിടും. വലയിട്ട് കഴിഞ്ഞാൽ ഞാൻ അന്നൊരു സംഭവം ഉണ്ടായിരുന്നു പറയാൻ. കാരണം വെച്ചാൽ ഞങ്ങളെല്ലാം കൂടെ അന്ന് മഴ സീസണാണ്. ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകുമ്പോൾ എൻ്റെ വണ്ടി, അന്ന് എനിക്ക് SD ഒന്നും ഇറക്കാൻ വണ്ടി എന്ന് തോന്നുന്നു. ഞാൻ എടുത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ നമ്മുടെ പഴയൊരു നമ്മുടെ ഡാമിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ പുതിയ റോഡിലേക്ക് പോകുന്ന വഴിക്ക് അടിയിലത്തെ റോഡിൽ അറ്റത്തെ വീട് അവിടെ ചെല്ലുമ്പോൾ ഒരു വല അവിടെ അവന്മാർ ഇട്ടിട്ടുണ്ടായിരുന്നു, മഴയത്ത് മുമ്പ് ഇട്ടിട്ട് പോയത്. അപ്പോൾ ഇവന്മാരെ വോളിബോൾ കഴിഞ്ഞിട്ട് നേരെ വന്നപ്പോൾ എൻ്റെ വണ്ടി എടുത്ത് എൻ്റെ കൂടെ വന്നാലും ഈ വണ്ടി എൻ്റെ വണ്ടിയുണ്ട്, വേറെ ആരുടെ വണ്ടിയെ കൊണ്ട് ഒരുമിച്ച് ചെന്നപ്പോൾ ഈ വല സെൻറ്ററിൽ പോയി കിടക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മീനെ കണ്ടിട്ടുമില്ല കേട്ടോ. സെൻറ്ററിൽ പോയി കിടന്ന് അന്ന് ആരൊക്കെയോ ചാടി. നമ്മുടെ കൂടെ ഇല്ല, ശാരയും സതീശനോ വേറെ ആരൊക്കെ കൂടെ ചാടി, കൊച്ചുണ്ണിയോ അങ്ങനെ ആരൊക്കെയാണ് തോന്നുന്നു, അവരൊക്കെ കൂടെ ചാടി. ആരൊക്കെ ചാടി ഈ വല പോയി പിടിച്ചുകൊണ്ട് വന്നു. വല പിടിച്ചപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരൻ പറഞ്ഞാൽ തീരില്ല, നിങ്ങൾ പറയുമ്പോൾ നുണ പറയണേ. ഗോൾഡ് ഫിഷ്, ഒരു വലിയൊരു ഗോൾഡ് ഫിഷ്. അതാ വല ഇട്ടത് വട്ടം ഇട്ടില്ല, അവിടെ ഏതാണ്ട് ചെളി പിടിച്ച ഒരു ഏരിയയിൽ വെറുതെ കൊണ്ട് ഇട്ടിട്ട് പോയാൽ. അപ്പോൾ എനിക്കൊന്ന് അത് മുട്ടയിടാനോ ഒന്നാനോ വന്നാൽ അത് അതിൻ്റെ അകത്ത് അങ്ങ് കുടുങ്ങി. അതിൻ്റെ ചെതുമ്പൽ ഞാൻ ഇപ്പോൾ പറയാം, വെറുതെ നുണ പറയണത്, ഇത്രയുണ്ട് ഒരു ചെതുമ്പൽ. അതവിടെ വന്നു വെട്ടി, എല്ലാവരും വെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ആ ടൈഫോയിഡ് ഇപ്പം എല്ലാം പൊളിച്ചിട്ടുണ്ടാവും. അയ്യോ, ചിന്തിക്കുമ്പോൾ എനിക്ക് തല ഇറങ്ങണ പോലെ, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇതുപോലൊരു ലൈഫ് വേറെ കിട്ടാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വല്ലവരും കിട്ടുകയാണെങ്കിൽ സന്തോഷമുള്ളൂ. ഇതുപോലെ എല്ലാം കഴിഞ്ഞു ഈ കൂട്ടായ്മയും ഈ സ്നേഹവും ഈ വീഡിയോയിൽ ഇതുപോലെ ഞാൻ വന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങളും പറയാനുള്ള കുറേ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. വന്ന് പറയുക, എല്ലാവരും കൂടെ തികഞ്ഞു വരുമ്പോൾ ഉണ്ടോ ആ ഫാക്റ്റിനെക്കുറിച്ച് മനസ്സിൽ കൊണ്ടു നടന്നതും ചിന്തിച്ചതും എല്ലാവർക്കും അത് ഗുണമായി മാറും. കാരണം പ്രായമുള്ളവരുണ്ട്, റിട്ടയർഡായി പ്രായമായ അവർക്കൊക്കെ നമ്മളെ ഒന്ന് കാണുക, അല്ലെങ്കിൽ ഇന്നയാളുടെ മകൻ, അല്ലെങ്കിൽ ഇന്നയാളുടെ മോള്, ഇവരൊക്കെ പറഞ്ഞു വരുമ്പം അവർ കാണുന്നത്ര സന്തോഷം അവർ പഴയ ഒരു കാലത്തേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ സത്യം ഇവിടെ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ വണങ്ങണം. കാരണം അവരാണ് ഈ ഒരു നല്ലൊരു ജന്മം നമുക്ക് തന്നെ. ആ ജന്മത്തിന് എന്നും മറക്കാതെ നമ്മൾ കൂടും. അതിപ്പം ഈ വീഡിയോ കാണുന്നതും അതിലെല്ലാവരും ഞാൻ പറയാണ്, ഇപ്പോൾ ഞാൻ കരയണില്ല, കണ്ണ് നിറയാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഇത് ക്ലോസ് ചെയ്ത് പോകണമെന്നൊരു വിഷമം. മറ്റേ ആദ്യം തുടങ്ങിയപ്പോൾ എനിക്ക് ഇത്തിരി കൂടെ സന്തോഷം ഉണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു പോകാമല്ലോ എന്ന്. അത് എന്നെ കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരെല്ലാവർക്കും ഉണ്ട്, ആരും അങ്ങനെ കാണിക്കണില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. ക്ഷമിക്ക്. ബൈ.